game, win at life, have no shame. There's no time, feel the pain, live the grind. I could change, in my mind, pick a lane, commit and climb. The only way to win at life. I never miss, that's fact. Taking big swings, hand to the bat. Put me in the ring, you'll go out in a bag. Cause I sing what I mean and I bring it to the mad light. Ain't got time to kill, I got time to feel. I took the red pill, I know life's short so I wanna live real. But how's it supposed to feel? അപ്പോൾ നമ്മളിപ്പോൾ ഹോണ്ട സിറ്റിയുടെ ഓൾറെഡി അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ടു. ഇനിയിപ്പോൾ അതിൻ്റെ ഓണറോട് തന്നെ അതിൻ്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് നേരിട്ട് തിരക്കാം. ഓക്കെ, പക്ഷേ ഇപ്പം വണ്ടി ഇപ്പം എത്ര ആളായി ഇപ്പോൾ എടുത്തിട്ട്? ഞാനിപ്പോൾ എടുത്തത് 2018 ഏപ്രിൽ ആദ്യമാണ് എടുക്കുന്നത്. ഇപ്പം 4 വർഷവും ഏകദേശം 4-5 മാസമായി. എത്ര കിലോമീറ്റർ ഓടി? ഇതിപ്പം 1,15,000 കിലോമീറ്റർ. അത്യാവശ്യം ഓട്ടം ഉണ്ട് എനിക്ക്. അപ്പം 1,15,000 കിലോമീറ്റർ. വണ്ടി ഇത് ടോപ്പ് എൻഡ് അല്ലല്ലോ എടുത്തേക്കുന്നത്? ഇതിനകത്ത് VMT എന്ന് പറയുന്ന മോഡലിൽ ഒരു മീഡിയം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലക്ഷറി നോക്കാത്ത, അല്ലെങ്കിൽ അതുപോലെ എനിക്ക് ബിസിനസ് സംബന്ധമായിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് ഓട്ടമുള്ള വണ്ടിയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സിലേക്ക് നമുക്ക് ആ ഒരു നമ്മുടെ വരുമാനവും എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് പറ്റുന്നില്ല. ഓൾറെഡി പ്രീമിയം ഫീച്ചേഴ്സ് വണ്ടി ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത്, അതായത് നമുക്ക് ഹോണ്ട എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പണ്ട് തൊട്ടേ ഉള്ള ഒരു വാല്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഒരു മിഡിൽ ഓപ്ഷൻ നോക്കി എടുത്തത്. പിന്നെ ഫീച്ചേഴ്സ് കൂടുമ്പോഴത്തേക്കും വിലഭാഗം കൂടും, ഇൻഷുറൻസ് കൂടും, കംപ്ലയിൻറ്റ്സ് കൂടാൻ സാധ്യതയുണ്ട്. എത്രമാത്രം ഫീച്ചേഴ്സ് കൂടുന്നു അതിനനുസരിച്ച് അഡീഷണൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സിനും കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് VMT എന്ന് പറയുന്ന മോഡലിനകത്ത് വരുമ്പോഴത്തേക്കും അലോയ് വീൽസാണ്. 5 വീലും അലോയിയാണ്, സ്പെയറും അലോയിയാണ്. പിന്നെ പുഷ് സ്റ്റാർട്ട് ബട്ടണുണ്ട്. പിന്നെ ഇത് മ്യൂസിക് സിസ്റ്റം നല്ല സിസ്റ്റമാണ്. പിന്നെ നമുക്കെല്ലാം ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ, നാവിഗേഷൻ, അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നു. ഇത് നമുക്ക് ഇതിനകത്ത് വേറെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എടുത്തിട്ട് ചെയ്യേണ്ടി വരും? സാധാരണ ഇപ്പോൾ ഒരു വണ്ടിയുടെ മ്യൂസിക് സിസ്റ്റം എല്ലാവരും കുറച്ച് കൺസെപ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ ആരും പൊതുവെ മിക്ക വണ്ടികളിൽ സാറ്റിസ്ഫൈഡ് ആകാറില്ല. പിന്നെ എക്സ്ട്രാ കഴിഞ്ഞ് ക്യാഷ് മുടക്കിയാണ് ഒന്ന് ബെറ്റർ ആക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നല്ല മ്യൂസിക് സിസ്റ്റം ആയിരുന്നു, പാട്ട് കേൾക്കുമ്പോഴത്തേക്കും അത്രയും ബെറ്റർ ആയിരുന്നു. ശരിക്കും ആക്ച്വലി ഞാൻ ഈ വണ്ടി എടുക്കുമ്പോൾ, ഈ ഒരു സെമി വേരിയൻ്റ് എടുക്കുമ്പോഴത്തേക്കും, അതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻ്റ് എടുക്കുമ്പോൾ ഞാൻ ശരിക്കും മ്യൂസിക് സിസ്റ്റം കേട്ടിട്ടില്ല. അതായത് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴേ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ സിസ്റ്റം ശരിക്കും പുറത്ത് എറണാകുളത്ത് ഒരു ഷോപ്പിൽ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അവിടെ ചെയ്യണമെന്നൊക്കെ ഉള്ള ധാരണയിൽ തന്നെയാണ് ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു തീരുമാനം. പക്ഷേ ഈ വണ്ടി ഡെലിവറി എടുത്ത് ഞാൻ ഇതിനകത്ത് സിസ്റ്റം പാട്ട് കേട്ടപ്പോഴത്തേക്കുമാണ് അതിൻ്റെ ആവശ്യമില്ലെന്ന്. കമ്പോണൻറ്റ് സ്പീക്കറാണ് ഇതിനകത്ത് വരുന്നത്. നല്ല രീതിയിലുള്ള മീഡിയം, നല്ല എഫക്റ്റും നല്ല രീതിയിൽ ഈ വണ്ടി ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, നല്ല ക്ലാരിറ്റിയിൽ നല്ല ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. ഒരു കാര്യം എന്ന് വെച്ചാൽ ഹോണ്ടയുടെ വണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഫോക്സ് വാഗൻ്റെ വണ്ടികളൊക്കെ പുറത്തുള്ള അക്സസറീസ് കടയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പാകപ്പഴകളും പ്രശ്നങ്ങളുണ്ടാകാം എന്നിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതുകൊണ്ട് വണ്ടിയുടെ ഒരു ഹോൺ പോലും ഇതുവരെ മാറിയിട്ടില്ല. അതായത് അഡീഷണലായിട്ടൊരു ഹോൺ പോലും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ടായിരിക്കും. അത്രയും കിലോമീറ്റർ ഇപ്പം കവർ ചെയ്തേക്കണം. സാറ്റിസ്ഫൈഡ് ആണോ ഫുള്ളി ഇതായിട്ട്? എനിക്ക് ഇപ്പോൾ ഇതിനകത്ത് ലോങ് എന്ന് പറയാനായിട്ട് ഒരുപാട് ലോങ് അങ്ങനെ ഞാൻ സ്ഥിരം ഓടാറില്ല. എനിക്കത് ലോക്കൽ ഓട്ടങ്ങളും അല്ലാതുള്ള ഒരു ഉപയോഗമാണ് കൂടുതലും. പേഴ്സണൽ യൂസാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം കിലോമീറ്റർ ന്യായമായിട്ട് എല്ലാ ദിവസവും ഞാൻ വണ്ടി യൂസ് ചെയ്യും. അതായത് നമ്മുടെ കൊറോണ ലോക്ക്ഡൗൺ സമയത്തൊഴികെ ബാക്കി എല്ലാ സമയത്തും എല്ലാ ദിവസവും ഞാൻ വണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കിലോമീറ്റർ മറിഞ്ഞത്. ഇത്ര കിലോമീറ്റർ മറിയാനുള്ള മറ്റൊരു രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ വണ്ടിയുടെ കംഫോർട്ടാണ്. വണ്ടിയുടെ ആ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഓടിക്കാനുള്ളൊരു സുഖം നമുക്കൊരു പ്രത്യേക ഫീലാണ്. നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഈ വണ്ടിക്കകത്ത്. എത്ര ദൂരം ഇരുന്നാലും നമുക്കൊരു മടുപ്പില്ല. അല്ലെങ്കിൽ വണ്ടിയിലൊന്ന് ഒരു നൈറ്റ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു എൻജോയ്മെൻ്റ് ഉള്ളത് കൊണ്ട് വണ്ടി ഞാൻ സ്ഥിരമായിട്ട് തന്നെ ഉപയോഗിക്കാറുണ്ട്. ഹോണ്ട കണക്ട് അത് നമ്മൾ ചെയ്യേണ്ടതാണോ അതോ വണ്ടിക്ക് ഇൻക്ലൂഡായിട്ട് വരുന്ന ഒരു ഫീച്ചേഴ്സാണോ? അത് ഈ നമ്മുടെ ഇപ്പം ഹ്യുണ്ടായിയുടെ ബ്ലൂ ലിങ്ക് അല്ലെങ്കിൽ ഹോണ്ടയുടെ പുതിയ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പം അതല്ലേ സംഭവം. അതായത് നമ്മുടെ മൊബൈലിൽ
നമ്മുടെ വണ്ടിയുടെ നമ്പരും എൻജിൻ നമ്പരും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് മൊബൈൽ നമ്പർ വെച്ചിട്ട് നമ്മൾ ഒരു ആപ്പ് ഹോണ്ട കണക്ട് എന്ന് പറയുന്ന പ്ലേ സ്റ്റോറിലുള്ള ആപ്പ് സ്റ്റോറിലുള്ള ഒരു ആപ്പാണ്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ അതിലോട്ട് ലോഗിൻ ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കാണിക്കും. അതിനകത്ത് കൂടാതെ നമ്മുടെ വണ്ടി ആക്സിഡൻറ്റിലോ അല്ലാതെയോ ഒക്കെ നമുക്ക് ക്ലെയിം ചെയ്തിരിക്കുന്ന ബിൽ എമൗണ്ടുകൾ എല്ലാ ഡീറ്റെയിലും കാണിക്കും. നമ്മൾ ഇൻഷുറൻസ് ഇപ്പോൾ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസാണ്. അതിനകത്ത് നമ്മൾ ഏതൊക്കെ നമുക്ക് വന്നിരിക്കുന്ന കംപ്ലയിൻസിൽ അവരെത്രയാണ് അതിന് ബില്ലിട്ടിരിക്കുന്നത് വരെ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. ഒന്നും പറ്റില്ല, അങ്ങനെ ഒരു പരിപാടിയില്ല. വണ്ടിയെക്കുറിച്ച് ഒരാൾ എടുക്കാൻ താല്പര്യമുള്ള ഒരാൾ ചോദിക്കുകയാണ്, നമ്മളൊരു അഭിപ്രായം ചെയ്യണം, അതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കാര്യങ്ങൾ. വണ്ടിയുടെ ഓവറോൾ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹോണ്ടയുടെ വണ്ടി എന്ന് പറയുന്നത് ഒരു ഹൈ പെർഫോമൻസ് വെഹിക്കിളല്ല. അതായത് ഇപ്പം വെർണ അങ്ങനെയുള്ള ഒരു സ്പോർട്ടി ടൈപ്പ് വണ്ടികളല്ല. വണ്ടികൾ ഉണ്ട്, ഹോണ്ടയുടെ പെർഫോമൻസ് വെഹിക്കിൾസ് ഉണ്ട്. പക്ഷേ സിറ്റി എന്ന് പറയുന്നത്, സിറ്റി എസ്പെഷ്യലി പെട്രോൾ എന്ന് പറയുന്നത് ഇച്ചിരി ഹൈറ്റ് കുറവാണ് വണ്ടിക്ക്. അപ്പോൾ നമുക്ക് ഈ എല്ലായിടത്തും അങ്ങനെ ഇതാക്കി ചാടിച്ച് കയറ്റി ഒരു ഓഫ് റോഡൊക്കെ ഇറക്കാൻ പറ്റുന്ന ഇതല്ല. അവിടെയൊക്കെ അതിന് അടിയിടിക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇതിനുണ്ട്. പിന്നെ നമുക്ക് എസ്പെഷ്യലി പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് അവിടെ ഉള്ള കൊണ്ടുപോകാം. അതായത് ഇതിന് യാതൊരു തരത്തിലൊരു കംപ്ലൈൻറ്റ് ഇല്ല ഇതുവരെ. നാളത്തെ കാര്യം അറിയില്ല, ഇതുവരെ ഈ 1,15,000 കിലോമീറ്റർ വരെ ഇതൊന്ന് വഴി കിടക്കുകട്ടെ അല്ലെങ്കിൽ വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു കംപ്ലൈൻറ്റ് എനിക്ക് കാണിച്ചിട്ടില്ല. അപ്പം അതൊരു ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജാണ് ആ ഒരു സംഭവം. നമുക്ക് അതാണ് വേണ്ടത്. രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് വണ്ടി എടുത്തിട്ട് നമുക്ക് എവിടെ വേണേലും നമുക്ക് പോകാം. അതിൻ്റെ സർവീസ് എല്ലാം ഷോറൂം സർവീസാണ്. എല്ലാം എവരി 10,000 നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ സർവീസിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ യാതൊരു തരത്തിലും നമുക്കൊരു കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. ഓക്കെ, ഇനിയിപ്പം അതിൻ്റെ മൈലേജിലോട്ട് വരുവാണെങ്കിൽ മൈലേജ് ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരും പല രീതിയിലാണ് ആക്സിലേഷൻ ഡ്രൈവിങ് വരുന്നത്. അപ്പം നമ്മളൊരു മര്യാദയ്ക്ക് മീഡിയം ആവശ്യത്തിനുള്ള രീതിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പെട്രോളിൽ നമുക്കൊരു 15 കിലോമീറ്റർ മൈലേജ് കിട്ടും. 15, 16, 17, 17.5 വരെയൊക്കെ. അപ്പോൾ നൈറ്റ് ഡ്രൈവ് ഒക്കെയാണ്, വണ്ടി തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ക്രൂയിസ് കൺട്രോളൊക്കെ ഓണാക്കി വരുവാണെങ്കിൽ, ഇപ്പോൾ എറണാകുളത്തു നിന്നൊക്കെ നമ്മൾ അവിടെയൊക്കെ വൺ വേ വിട്ട് വരുവാണല്ലോ. അപ്പം അങ്ങനെ വരുന്ന വഴിക്ക് ക്രൂയിസ് കൺട്രോളൊക്കെ ഓണാക്കിയാൽ 17, 17.5 വരെയൊക്കെ കാണിക്കും. പിന്നെ നമുക്കിപ്പോൾ സിറ്റി ഡ്രൈവിലൊക്കെ ആണെങ്കിൽ ഒരു 15, 14.5 ഒക്കെ നമുക്ക് ട്രാഫിക് ഹെവി സിറ്റി ഡ്രൈവിലൊക്കെ കിട്ടും. പിന്നെ നല്ല രീതിയിൽ നമ്മൾ ആക്സിലേഷൻ ഒരു 2000 RPM മുകളിൽ നല്ല രീതിയിൽ നമ്മൾ ആക്സിലേഷൻ ചെയ്ത് തന്നെ പോവുകയാണെങ്കിൽ 12, 11.5, അങ്ങനെ ഒരു ഹൈ റേഞ്ച് കയറുമ്പോൾ 8, 9, 10. നമ്മൾ കുട്ടിക്കാനം കുമളി റൂട്ടിലൊക്കെ കാല് കൊടുത്ത് ഓവർടേക്ക് ചെയ്തൊക്കെ അങ്ങനെയൊക്കെ കയറി വരുമ്പോഴത്തേക്കും 10, 11 അതിക്കുള്ളിൽ കിട്ടുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. ആസ് എ കസ്റ്റമർ എന്ന രീതിയിൽ നമുക്ക് സെയിൽസും സർവീസും രണ്ടും 2 സെക്ഷനാണ്. സെയിൽസിൽ ഇപ്പോൾ ഏത് ഷോറൂമിലാണെങ്കിലും സെയിൽസിൽ ചെല്ലുമ്പോഴത്തേക്കും ചിരിച്ച മുഖത്തോടു കൂടി ഇരിക്കും. സർവീസിൽ ചെല്ലുമ്പോൾ അതിന് വേറെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇഷ്യൂസും നമുക്കവിടെ നേരിടാം. പക്ഷേ ഹോണ്ടയുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഇതുവരെ അങ്ങനെ, മീൻസ് ടയോട്ടയിലൊക്കെ പോയിട്ടുണ്ട് വേറെ വണ്ടിയൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ സെയിൽസിലും സർവീസിലും എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഉള്ളത് കറക്റ്റ് വണ്ടി എത്ര മണിക്ക് തരാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കംപ്ലയിൻറ്റ്, എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഇതുവരെ എനിക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഏത് ഷോറൂമിൽ നിന്നാണ് വണ്ടി പർച്ചേസ് ചെയ്തത്? ഞാൻ വണ്ടി പർച്ചേസ് ചെയ്തത് പെൻസിലർ ഹോണ്ട ആലപ്പുഴ ബ്രാഞ്ച് തുമ്പോളി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വണ്ടി എടുത്തത്. ആലപ്പുഴയ്ക്ക് പോകാൻ കാര്യം, ഞാൻ കോട്ടയം ഷോറൂമിലും ആലപ്പുഴ ഷോറൂമിലായിരുന്നു എൻക്വയറി ഇട്ടത്. അപ്പോൾ അതിനകത്ത് എനിക്ക് കോട്ടയത്തിനെക്കാട്ടിലും കുറേ കൂടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കുറേ കൂടെ ഓഫേഴ്സ് പറഞ്ഞത് ആലപ്പുഴ ഷോറൂമുകാരാണ് എനിക്ക് തന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വണ്ടി എടുത്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് ആലപ്പുഴയിലെ അവരുടെയാണ് ടെസ്റ്റ് ഡ്രൈവ് തന്നത്. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്സ് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്തു. ബമ്പർ ടു ബമ്പർ അല്ലേ? അതെ, ബമ്പർ ടു. അപ്പോൾ അത് ഫുള്ളി പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം. ഇപ്പോൾ എനിക്ക് ഈ വണ്ടി അത്യാവശ്യം നല്ല ഓട്ടം ഉള്ളതുകൊണ്ട് ആക്സിഡൻറ്റിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഹോണ്ടയുടെ തന്നെ ടൈപ്പ് പോളിസി, ഹോണ്ട ഷോറൂമിൻ്റെ തന്നെ ടൈപ്പ് പോളിസി. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപ
പേയ്മെൻറ്റ്, എന്ത് ആക്സിഡൻറ്റ് വന്നാലും 1000 രൂപയാണ് അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ആകെ മുടക്കേണ്ടത്. അപ്പോൾ നമുക്കത് ആ 1000 രൂപയിൽ അവരത് മൊത്തം ക്ലിയർ ആക്കി തരും. അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇൻഷുറൻസ് തുക കൂടുതലാണ്. മറ്റുള്ള ഇൻഷുറൻസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ ഏകദേശം ഒരു 27,000 രൂപ ഇൻഷുറൻസ് ഒരു വർഷത്തേക്ക് ഇപ്പം ആവുന്നു. 27,000 രൂപ ആവുന്നു. നോർമലി ഇല്ല ആ ഒരു സ്കീം അല്ലാത്തതാണെന്നുള്ള എത്രയാണ് ഡിഫറൻറ്റ്? ഒരു 14,000 രൂപ, 13,000 രൂപ, 10,000 രൂപ തൊട്ടൊക്കെ പലതരത്തിലുള്ള ഇൻഷുറൻസുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഹോണ്ടയുടെ ടൈപ്പ് പോളിസിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി പണി തീർന്നാൽ നമുക്ക് അപ്പം തന്നെ മറ്റുള്ള ബമ്പർ ടു ബമ്പർ പോലെ തന്നെ മറ്റുള്ള കമ്പനികളുടെ പോലെ തന്നെ നമുക്ക് വണ്ടി ഇറക്കാം. ഒരു വർഷത്തിൽ എത്ര തവണ വേണമെങ്കിലും നമുക്കിത് ക്ലെയിം ചെയ്യാം. അതിന് ഇത്ര നമ്പേഴ്സൊന്നും അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മൾ ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞിട്ടേ അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു തവണ നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ ഒരു സൈഡേ നമുക്ക് ചെയ്യാനും പറ്റും. ഏതെങ്കിലും ഇപ്പം ഫ്രണ്ടാണെ ഫ്രണ്ട്, ബാക്കാണെ ബാക്ക്, സൈഡാണെ സൈഡ്. അല്ല എങ്കിൽ നമുക്കിപ്പം നല്ല 2-3 വണ്ടിയായിട്ട് ഇടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ GD എൻട്രി സബ്മിറ്റ് ചെയ്യണം. പോലീസിൻ്റെ GD എൻട്രി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് ചെയ്തു. അതൊരു ഭയങ്കര അഡ്വാൻറ്റേജാണ്. ആ ഇൻഷുറൻസ് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ക്ലെയിം ചെയ്യാം. നോർമലി ഞാൻ കേട്ടിട്ടുള്ളത് ഒരു വർഷത്തിൽ ഇത്ര നമ്പർ വരെ ആകാവുള്ളൂ എന്നുള്ളൊരു കേട്ടിട്ടുണ്ട്. അത് ആസ് പെർ ഇൻഷുറൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. ഇൻഷുറൻസ് ഓരോരുത്തർക്കും പലതരത്തിലുള്ള ഇൻഷുറൻസുകളുണ്ട്. ഇപ്പോൾ ഈ ബമ്പർ ടു ബമ്പർ എന്ന് പറയുന്ന പോലും എല്ലാ ഇൻഷുറൻസും എൻ്റെ അറിവിൽ ഒരുപോലല്ല.